ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതു, വിഷമുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ വരുന്നതെല്ലാം നേരിടാനുള്ള കരുത്തോടെ നിൽക്കണം. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്റെ അച്ഛനെ, പ്രതാപവർമ്മ. എന്റെ അച്ഛനെന്ന് കരുതി ഞാൻ സ്നേഹിച്ച ആള് ഇന്നെന്റെ അച്ഛനല്ല. അങ്ങനെയാ അയാൾ പറഞ്ഞത്. അത് സത്യമായിരിക്കും രാജു. ഇത് ഞാൻ എങ്ങനെ ഉൾക്കൊള്ളാനാ രാജു? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഋതു, അതയാള് നുണ പറഞ്ഞതായിരിക്കും അല്ലേ രാജു? അയാൾ അത് വെറുതെ പറഞ്ഞതായിരിക്കും. ഋതു വിഷമിക്കാതിരിക്കെ. ഇല്ല, വെറുതെ പറഞ്ഞതൊന്നും ആയിരിക്കില്ല. വെറുതെ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ കേട്ടതിന്റെയോ കുഴപ്പമായിരിക്കും. ഋതു, അത് വിട്ടുകളയേ. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല രാജു. ഇതിന്റെ സത്യം അറിയണ്ടേ? അയാൾ എന്തോ പറഞ്ഞു, നമ്മൾ അത് കേട്ടു. ഇനി സത്യം അറിയാനൊന്നും ശ്രമിക്കണ്ട. വർമ്മ സാറ് ഋതുവിന്റെ അച്ഛൻ തന്നെയാ. അതിലേ യാതൊരു സംശയവും വേണ്ട. നമ്മളൊന്നും കേട്ടിട്ടുമില്ല, കേട്ടതൊന്നും വിശ്വസിക്കുകയും വേണ്ട. ഋതു വന്നേ, നമുക്ക് വീട്ടിലേക്ക് പോ. വീട്ടിലേക്ക് പോകാനോ? ഇതിന്റെ സത്യം അറിയാതെ വീട്ടിലേക്ക് പോയാ എനിക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല. പിന്നെ സത്യം അറിയണമെന്ന് വെച്ചാ എന്ത് ചെയ്യും? ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ ചോദിക്കും. ആരോട്? എന്റെ അച്ഛനോട് തന്നെ. ഋതിക എന്തൊക്കെയാ പറയുന്നത്? വർമ്മ സാറിനോട് പോയി ഇതൊക്കെ ചോദിക്കാനോ? എന്താ കുഴപ്പം? എനിക്കറിയണം. ഞാൻ അച്ഛനോട് തന്നെ ഇത് ചോദിക്കും. ഋതു, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല രാജു. അതിന് നമുക്ക് വീട്ടിലേക്ക് പോവാം. അച്ഛനോട് തന്നെ എനിക്കിത് നേരിട്ട് ചോദിക്കണം. ഋതു എന്തൊക്കെയാ പറയുന്നത്? സാറിനോടെ ഇക്കാര്യം ചോദിക്കാൻ പറ്റില്ല. എനിക്കിത് അറിഞ്ഞേ പറ്റൂ രാജു. എന്തായാലും ഇക്കാര്യം ചോദിക്കാൻ ഞാൻ സാറിന്റെ അടുത്ത് വരില്ല. രാജു വന്നില്ലെങ്കിലും ഞാൻ പോവും. എനിക്കിത് അറിഞ്ഞേ പറ്റൂ. ഞാൻ ഇത്രയും കാലം അറിഞ്ഞിരുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം ഇന്നറിയണം. എന്റെ ഋതു, രാജുവിന് വിഷമാണെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട ഋതു, നമുക്കേ നമ്മുടെ വീട്ടിലേക്ക് പോവാം. പറ്റില്ല. സാർ എവിടെയാ? ഞാനിപ്പോ കാറില വീട്ടോട്ട് വന്നോണ്ടിരിക്കുക. ഓക്കെ സാർ, എന്നാ ഞങ്ങളിപ്പോ വീട്ടിലേക്ക് വരാം. വാ. അകലെ